നമസ്കാരം. സ്വകാര്യ കമ്പനിയായ സ്പേസ് എക്സ് നടത്തുന്ന ആദ്യ ബഹിരാകാശ നടത്ത ദൗത്യസംഘത്തിൽ സ്പേസ് എക്സിലെ മെഡിക്കൽ വിദഗ്ധനും മലയാളിയുമായ ഡോക്ടർ അനിൽ മേനോൻ്റെ ഭാര്യ അന്നയും ഉൾപ്പെടുന്നു. പൊളാരിസ് ഡോൺ എന്ന പേരിലുള്ള 5 ദിന ദൗത്യത്തിനായി അന്ന ഉൾപ്പെടെ 4 ബഹിരാകാശ യാത്രികരുമായി സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ പേടകം റിസൈലൻസ് ഫ്ലോറിഡയിലെ നാസയുടെ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്ന് അല്പസമയത്തിനകം കുതിച്ചുയരും. 2ാം തവണ ബഹിരാകാശ യാത്ര നടത്തുന്ന ശതകോടീശ്വരനും സ്റ്റഫ് ഫോർ പേയ്മെൻറ്റ് സിഇഒയുമായ ജാരഡ് ഐസക്മാൻ, സ്പേസ് എക്സ് എഞ്ചിനീയർമാരായ സാറ ഗിലിസ്, അന്ന മേനോൻ, US എയർഫോഴ്സ് മുൻ പൈലറ്റായ 20കാരൻ സ്കോട്ട് പോറ്റീറ്റ് എന്നിവരാണ് സംഘാംഗങ്ങൾ. നാസയുടെ അപ്പോളോ ദൗത്യത്തിന് ശേഷം മനുഷ്യർ ഇതുവരെ എത്തിയിട്ടില്ലാത്തതും ഭൂമിയിൽ നിന്ന് 1400 കിലോമീറ്റർ അകലെയുള്ളതുമായ വാൻ അലൻ റേഡിയേഷൻ ഭ്രമണപഥത്തിൽ ഇവരുടെ പേടകം സഞ്ചരിക്കും. ഇത്തരം ഒരു യാത്രയിൽ പങ്കെടുക്കുന്ന ആദ്യ വനിതകളാണ് അന്നയും ഗില്ലിസും. സ്പേസ് എക്സ് 2.5 വർഷം കൊണ്ട് വികസിപ്പിച്ചെടുത്ത EVA സ്യൂട്ടുകൾ ധരിച്ചാവും ഇവർ ബഹിരാകാശത്ത് നടക്കുന്നത്. ബഹിരാകാശ വാഹനങ്ങൾ ഇതുവരെ കൈവരിച്ച ഏറ്റവും ഉയർന്ന ഭൗമ ഭ്രമണപഥത്തിൽ എത്തുക, മസ്കിൻ്റെ സ്റ്റാർലിങ്ക് കമ്പനിയുടെ ലേസർ ആശയവിനിമയ പദ്ധതിയുടെ പരീക്ഷണങ്ങൾ നടത്തുക, ബഹിരാകാശ യാത്രികർ നേരിടുന്ന വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ വിലയിരുത്തുക എന്നിവയാണ് ദൗത്യത്തിൻ്റെ ലക്ഷ്യങ്ങൾ. സ്പേസ് എക്സിൽ ലീഡ് സ്പേസ് ഓപ്പറേഷൻസ് എഞ്ചിനീയറായ അന്ന മേനോൻ മുൻ ബഹിരാകാശ ദൗത്യങ്ങളിൽ മിഷൻ കൺട്രോളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ടെക്സസിലെ ഹൂസ്റ്റൺ സ്വദേശിയാണ്. അമേരിക്കൻ വ്യോമസേനയിലെ ലഫ്റ്റനന്റ് കേണലും സ്പേസ് എക്സ് കമ്പനിയുടെ മെഡിക്കൽ ഡയറക്ടറുമാണ് ഡോക്ടർ അനിൽ മേനോൻ. സ്പേസ് എക്സ് കമ്പനിയുടെ ആദ്യ ബഹിരാകാശ മനുഷ്യ ദൗത്യത്തിന് റേ ഫ്ലൈറ്റ് സർജൻ അനിലായിരുന്നു. അമേരിക്കയിലേക്ക് കുടിയേറിയ ശങ്കരൻ മേനോൻ്റെയും ഉക്രൈൻകാരിയായ ലിസ സമോലങ്കയുടെയും മകനാണ് അനിൽ. അതേസമയം ബഹിരാകാശത്ത് കുടുങ്ങിയ ബഹിരാകാശ യാത്രിക സുനിത വില്യംസിനെയും ബൂച്ച് ഫിൽമോറിനെയും 2025 തിരികെ എത്തിക്കാൻ സാധിച്ചേക്കും എന്നാണ് നാസ കഴിഞ്ഞ ദിവസം അറിയിച്ചത്. ഓഗസ്റ്റ് 24 ശനിയാഴ്ചയാണ് ഏറെ ദുഷ്കരമായ മടക്കയാത്ര എന്ന് ചൂണ്ടിക്കാട്ടി നാസ രംഗത്തെത്തിയത്. സുനിതയും ബൂച്ചുമില്ലാതെയാകും ബഹിരാകാശ നിലയത്തിൽ നിന്ന് ബോയിങ് സ്റ്റാർലൈനർ ക്യാപ്സ്യൂൾ മടങ്ങുക. മറുവശത്ത് ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ ക്യാപ്സ്യൂളിലാകും ഇരുവരെയും കൂട്ടി 2025 ഫെബ്രുവരിയിൽ ഭൂമിയിലേക്ക് പേടകം മടങ്ങുക. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസിൻ്റെ 3ാമത്തെ ബഹിരാകാശ യാത്രയാണ് ഇത്. ഈ വർഷം ജൂൺ മാസത്തിലാണ് സുനിതയും ബുച്ചും നാസയുടെ ബോയിങ് സ്റ്റാർലൈനർ ക്യാപ്സ്യൂളിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്തത്. ബഹിരാകാശ നിലയത്തിലേക്ക് സുരക്ഷിതമായി യാത്രക്കാരെ എത്തിക്കുകയും തിരികെ കൊണ്ടുവരികയും ചെയ്യാൻ പ്രാപ്തമാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള ബോയിങ് സ്റ്റാർലൈനറിൻ്റെ ദൗത്യത്തിനിടയിലാണ് ഇരുവരും ബഹിരാകാശത്ത് കുടുങ്ങിയത്. തുടർച്ചയായി പ്രതിസന്ധികൾ നേരിട്ട ഈ ദൗത്യത്തിൻ്റെ വിക്ഷേപണവും 2 തവണ മാറ്റിവെക്കേണ്ടി വന്നിരുന്നു. ഒരുപക്ഷെ വിജയകരമായി ഈ ദൗത്യം പൂർത്തിയാക്കിയിരുന്നെങ്കിൽ ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സിൻ്റെ ബഹിരാകാശ യാത്രാ ദൗത്യത്തിൻ്റെ ഭാഗമാകാൻ ബോയിങ്ങിന് സാധിക്കുമായിരുന്നു. സ്പേസ് ഷിപ്പിൻ്റെ പ്രവർത്തനത്തിനാവശ്യമായ ഹീലിയം ചോർച്ചയാണ് പ്രധാന പ്രതിസന്ധിയായത്. ചെറിയ തോതിൽ ആണെങ്കിലും ഹീലിയം ചോർച്ച മടക്കയാത്രയെ ദുസ്സഹമാക്കും. 2 ബഹിരാകാശ വാഹനങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ഡോക്കിംഗ് പ്രക്രിയയ്ക്ക് സഹായിക്കുന്ന 5 ത്രസ്റ്ററുകളിൽ തകരാർ സംഭവിച്ചതാണ് മറ്റൊരു കാരണം. ഓക്സിഡൈസർ വാൽവുകളിലും ചില തകരാറുകൾ കണ്ടെത്തിയിരുന്നു. ഇതെല്ലാം തന്നെ യന്ത്രഭാഗങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയാതെ ദൗത്യം ദുഷ്കരമാക്കുകയായിരുന്നു. ഇരുവരെയും തിരികെ കൊണ്ടുവരിക എന്ന ഏറെ ദുർഘടമായ ദൗത്യമാണ് എന്നാണ് നാസ അറിയിച്ചത്. അതിനാൽ ഇതേ ബഹിരാകാശ വാഹനത്തിൽ തിരികെ കൊണ്ടുവരുന്നത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ 2025 ഫെബ്രുവരി വരെ എക്സ്പെഡിഷൻ 71-72 ക്രൂവിൻ്റെ ഭാഗമായി ഇരുവരും ഔദ്യോഗികമായി അവരുടെ ജോലി തുടരും. നിലവിൽ ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് ആണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചാരികളെ അയക്കാൻ കഴിവുള്ള ഏക അമേരിക്കൻ കമ്പനി. അതുകൊണ്ട് തന്നെ ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് കമ്പനിയുടെ ഡ്രാഗൺ പേടകം ഉപയോഗിച്ചാകും ഇരുവരുടെയും മടക്കയാത്ര. 7 ബഹിരാകാശ നടത്തങ്ങളിലൂടെ 50 മണിക്കൂർ 40 മിനിറ്റ് ചെലവഴിച്ച ആദ്യ വനിതാ ബഹിരാകാശ യാത്രികയാണ് സുനിത വില്യംസ്. നാസയുടെ കണക്ക് പ്രകാരം അവർ ബഹിരാകാശത്ത് 322 ദിവസം ചെലവഴിച്ചിട്ടുണ്ട്. ജൂൺ 7 ബഹിരാകാശ നിലയത്തിൽ എത്തിയ സുനിതയും ബുച്ചും ജൂൺ 13 തിരിച്ചെത്തും വിധമായിരുന്നു യാത്രാ പദ്ധതി. എന്നാൽ അപ്രതീക്ഷിത തകരാറുകളാൽ ഇനിയും 6 മാസം കൂടി നീളുകയാണ് ഇരുവരുടെയും കാത്തിരിപ്പ്.